ഇപ്പോൾ ഒരു എൻട്രൻസ് എക്സാമിന് പൊതുവേ നമ്മളോട് ചോദിക്കാറ് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാം, നോൺ ക്രീമി ലെയർ ചോദിക്കാം, പിന്നെ ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാം, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കാം. ഇവയൊക്കെയാണ് പൊതുവേ ഞാൻ സർവീസ് ചെയ്യുന്ന കാലത്തൊക്കെ നമ്മുടെ അടുത്ത് വിദ്യാർത്ഥികൾ ആവശ്യങ്ങളുമായിട്ട് വരാറ്. ഇനി വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ പേരൻസ് ജോലിക്കാരാണെങ്കിൽ, സർക്കാർ ജോലിക്കാരാണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നിർബന്ധമായി അവരുടെ പേ സ്ലിപ്പ് ആവശ്യമാണ്. പിന്നീട് ഇനി അതിലെ ബിസിനസ്സുകാരാണെങ്കിൽ IT റിട്ടേൺ നൽകാം. ഇനി IT ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു അഫിഡവിറ്റ് നൽകാം, എനിക്ക് ഇന്ന ബിസിനസ്സിൽ നിന്ന് ഒരു ചെറിയ വ്യവസായമേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ബിസിനസ്സിൽ നിന്നും എനിക്ക് ഇത്ര രൂപ വരുമാനമുള്ളതാണെന്നുള്ള ഒരു സത്യവാങ്മൂലം നൽകേണ്ടതാണ്. ഈ SC/ST സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷക്കാലമാണ്. പിന്നെ നമ്മൾക്ക് നൽകാനുള്ള OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റാണ്, മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്കുള്ള സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിൻ്റെ കാലാവധി 1 വർഷത്തേക്കാണ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്. 2025 നീറ്റ് എക്സാമിനും അതുപോലെ വിവിധ എൻട്രൻസ് എക്സാമുകൾക്കും ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓൺലൈനായി ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട സമയമാണ് ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങൾ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നീറ്റ് ആദ്യമായി എഴുതുന്ന വിദ്യാർത്ഥികളാകാം ഭൂരിഭാഗവും. വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും എപ്പോഴും സംശയം ഉണ്ടാവാറുള്ള കാര്യമാണ് വിവിധ എൻട്രൻസ് എക്സാമുകൾക്കായി ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട്. അതിനെല്ലാം ആധികാരികമായി മറുപടി നൽകാൻ ഇന്ന് നമുക്കൊപ്പമുള്ളത് 9 വർഷക്കാലമായി വില്ലേജ് ഓഫീസറായും തുടർന്ന് 6 വർഷക്കാലം ഡെപ്യൂട്ടി തഹസിൽദാറായും സേവനമനുഷ്ഠിച്ച പാലാ റവന്യൂ ഡിവിഷൻ ഓഫീസിൽ നിന്ന് റിട്ടയറായ, എടുത്തു പറഞ്ഞാൽ 26 വർഷക്കാലമായി റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തന പരിചയമുള്ള ബഹുമാനപ്പെട്ട ശ്രീമതി ബീന ഡേവിസ് ആണ്. ബ്രില്യൻ ഫാമിലിയിലേക്ക് സ്വാഗതം മാം. മാം, ആദ്യമായി തന്നെ വിവിധ എൻട്രൻസ് എക്സാമുകൾക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ഒരുപാട് സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യകത വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും പാരൻസിനാണെങ്കിലും അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കേരളത്തിൽ താമസിക്കുന്ന ഒരു കുട്ടി ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു EWS അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ രേഖകളാണ് ആവശ്യമായി വരുന്നത്? ഒരു അപേക്ഷകൻ്റെ സാമൂഹ്യ അവസ്ഥ, സാമ്പത്തിക അവസ്ഥ, അവരുടെ ജന്മാവകാശങ്ങൾ, ഉടമസ്ഥത എന്നിവയെല്ലാം ബന്ധപ്പെട്ട രേഖകളുടെയും പ്രാദേശിക അന്വേഷണത്തിലും ആവശ്യമെങ്കിൽ അയൽസാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി സത്യാവസ്ഥ പ്രതിപാദിക്കുന്ന രേഖകളാണ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എൻട്രൻസ് എക്സാമിന് പൊതുവേ നമ്മളോട് ചോദിക്കാറ് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാം, നോൺ ക്രീമി ലെയർ ചോദിക്കാം, പിന്നെ ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാം, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കാം. ഇവയൊക്കെയാണ് പൊതുവേ ഞാൻ സർവീസ് ചെയ്യുന്ന കാലത്തൊക്കെ നമ്മുടെ അടുത്ത് വിദ്യാർത്ഥികൾ ആവശ്യങ്ങളുമായിട്ട് വരാറ്. അപ്പം ആദ്യമായിട്ടൊരു ആൾ വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾ അവിടുത്തെ താമസക്കാരനാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ആവശ്യപ്പെടുന്ന റേഷൻ കാർഡാണ്. ഇപ്പോൾ ചിലപ്പോൾ ചോദിക്കും, എൻ്റെ പേര് റേഷൻ കാർഡ് ഇല്ലെങ്കിലോ എന്ന് കുട്ടികൾ ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സ്ഥിരതാമസക്കാരനാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ ബന്ധപ്പെട്ട പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ അവർ ഹാജരാക്കണം. അവിടുത്തെ താമസക്കാരനാണെങ്കിൽ മാത്രമേ അവിടുത്തെ അതാത് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർക്ക് അന്വേഷണം നടത്തി സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കുകയുള്ളൂ. ഇനി വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ പേരൻസ് ജോലിക്കാരാണെങ്കിൽ, സർക്കാർ ജോലിക്കാരാണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നിർബന്ധമായി അവരുടെ പേ സ്ലിപ്പ് ആവശ്യമാണ്. പിന്നീട് ഇനി അതിലെ ബിസിനസ്സുകാരാണെങ്കിൽ IT റിട്ടേൺ നൽകാം. ഇനി IT ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു അഫിഡവിറ്റ് നൽകാം, എനിക്ക് ഇന്ന ബിസിനസ്സിൽ നിന്ന് ഒരു ചെറിയ വ്യവസായമേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ബിസിനസ്സിൽ നിന്നും എനിക്ക് ഇത്ര രൂപ വരുമാനമുള്ളതാണെന്നുള്ള ഒരു സത്യവാങ്മൂലം നൽകേണ്ടതാണ്. അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റിന് മാതാപിതാക്കളുടെയും പിന്നെ കുടുംബ വാർഷിക വരുമാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം പേരൻസിൻ്റെയാണ് നമ്മൾ മെയിനായിട്ട്. പിന്നെ അവിവാഹിതരായ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വരുമാനം കൂടെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷേ EWSനൊക്കെ ആണെങ്കിൽ 18 വയസ്സിൽ താഴെയുള്ളവരുടെ മാത്രമേ നോക്കുന്നുള്ളൂ. മാതാപിതാക്കളുടെ വരുമാനമാണ് പിന്നീട് ചോദിക്കുന്നത്. ഇനി ജോലിക്കാരല്ല സ്ഥലങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ കരമടച്ച രസീത് നമ്മൾ കൊണ്ടുവരണം. പിന്നെ കൃഷിയിൽ നിന്ന് നമുക്ക് എത്ര രൂപ, അതൊക്കെ വില്ലേജ് ഓഫീസറുടെ ഒരു എൻക്വയറിയാണ് നടത്തുന്നത്. അപ്പം ആ കാർഷിക വൃത്തിയിൽ നിന്നുള്ള വരുമാനം കണക്കാക്കും. മറ്റെന്തെങ്കിലും നമുക്ക് വരുമാനമുണ്ട്, വാടക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വാടകയുടെ സ്ലിപ്പ് നമ്മൾ ഹാജരാക്കണം. ഇങ്ങനെ നമുക്ക് എന്തെല്ലാം വരുമാനങ്ങൾ നമുക്കുണ്ടോ അതെല്ലാം നമ്മൾ പരിഗണിക്കുന്നതാണ്. ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റിനായിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആവശ്യമായത് കരമടച്ച രസീത്, റേഷൻ കാർഡ്, അല്ലെങ്കിൽ അവിടുത്തെ താമസക്കാരനാണെന്ന് തെളിയിക്കുന്ന രേഖ എന്തെങ്കിലും. ഇനി വിദേശത്താണ് മാതാപിതാക്കളെങ്കിൽ അവരുടെ ഒരു സത്യവാങ്മൂലമാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പം വിദേശത്താണെന്നുള്ളതിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പിയോ എന്താണെന്നുള്ള ആ രേഖ കൂടി ഹാജരാക്കേണ്ടതുണ്ട്.
ഇനി വരുമാന സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അടുത്തത് ജാതി സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നത് തഹസിൽദാരാണ്, ബന്ധപ്പെട്ട സ്ഥലത്തെ തഹസിൽദാർ. അപ്പം തഹസിൽദാർക്ക് നമ്മൾ അപേക്ഷ നൽകുമ്പോൾ വില്ലേജ് ഓഫീസറാണ് ഇതിൻ്റെ അന്വേഷണം നടത്തുന്നത്. അപ്പോൾ വില്ലേജ് ഓഫീസർ ഇതിനു വേണ്ടി വില്ലേജ് ഓഫീസറുടെ മുമ്പാകെ നമ്മൾ അപേക്ഷ സമർപ്പിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ്, മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പം ഞാൻ ഇന്ന ജാതിയിൽ അല്ലെങ്കിൽ ജാതി സംബന്ധമായിട്ട് നമുക്ക് മുൻപ് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ അത് നമുക്ക് ഹാജരാക്കാം. ഇവിടെ നമ്മൾ താമസക്കാരനാണ് എന്നതിന് റേഷൻ കാർഡ് ആവശ്യമാണ്. കുട്ടിയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾ CBSEയിലൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ നമ്മുടെ സ്കൂൾ രേഖകളിലൊന്നും നമ്മുടെ ജാതി രേഖപ്പെടുത്താറില്ല. അപ്പോൾ നിർബന്ധമായും മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇനി മാതാപിതാക്കൾക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഇല്ല എന്നുണ്ടെങ്കിൽ സ്കൂൾ അഡ്മിഷൻ്റെ എങ്കിലും പകർപ്പിൻ്റെ ആവശ്യമാണ്. നമുക്ക് അല്ലെങ്കിൽ പിതാവിൻ്റെ സഹോദരങ്ങളുടെയോ മാതാവിൻ്റെ സഹോദരങ്ങളുടെയോ ഒക്കെ ജാതി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികളോ അല്ലെങ്കിൽ മുമ്പ് കിട്ടിയിരിക്കുന്ന ആവശ്യമായ എല്ലാ രേഖകളും പരിശോധിച്ചാണ് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് തഹസീൽദാർക്ക് നൽകുന്നത്. ഈ SC/ST സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷക്കാലമാണ്. പിന്നെ നമ്മൾക്ക് നൽകാനുള്ള OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റാണ്, മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്കുള്ള സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിൻ്റെ കാലാവധി 1 വർഷത്തേക്കാണ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിനായി നമ്മൾ ഹാജരാക്കേണ്ട ബന്ധപ്പെട്ട നിശ്ചിത അപേക്ഷാ ഫോറം വേണം. റേഷൻ കാർഡിന് കോപ്പി, അവരവിടെ താമസക്കാരാണെന്ന് തെളിയിക്കുന്ന റേഷൻ കാർഡിൻ്റെ കോപ്പി വേണം. അല്ലെങ്കിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വേണം. റേഷൻ കാർഡ് ഇല്ല എങ്കിൽ അതുപോലെ മാതാപിതാക്കളുടെ ജാതി തെളിയിക്കുന്ന രേഖകൾ ആവശ്യമാണ്. പിന്നീട് അതിൻ്റെ വരുമാനം തെളിയിക്കുന്നതിനുള്ള രേഖകളും ഹാജരാക്കേണ്ടതാണ്. അതിലേക്കായി കരമടച്ച രസീത്, നമുക്ക് എന്തെല്ലാം വരുമാനമുണ്ടോ അതെല്ലാം നമുക്ക് ലഭിക്കുന്നതാണെന്ന് തെളിയിക്കുന്ന രേഖകൾ നമുക്ക് ഹാജരാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മാതാപിതാക്കൾ സർക്കാർ ജീവനക്കാരാണ് എങ്കിൽ അവരുടെ ശമ്പളമല്ല നമ്മൾ നോക്കുന്നത്, അവർ സർവീസിൽ പ്രവേശിച്ച ആ ഒരു സ്റ്റാറ്റസാണ് നോക്കുന്നത്. സർവീസിൽ ക്ലാസ് 1 ക്ലാസ് 2 ഓഫീസർമാരായിട്ടാണ് പ്രവേശിച്ചത് എങ്കിൽ അവർക്ക് ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന് അർഹതയില്ല. അപ്പോൾ അതല്ല, ഇപ്പോൾ അവർ ക്ലാസ് 3 ആയിട്ടാണ് സർവീസ്, ഇപ്പോൾ അവർ ക്ലാസ് 1 ഓഫീസറാണ്, എനിക്ക് കിട്ടുമോ എന്ന് നിങ്ങൾക്ക് സംശയം കാണും. അതല്ല, അവർ സർവീസിൽ പ്രവേശിച്ച ആ ഒരു സ്റ്റാറ്റസ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിൻ്റെ വരുമാന പരിധി എന്ന് പറയുന്നത് 8 ലക്ഷം രൂപയാണ്. പക്ഷേ ഈ വരുമാനം നമ്മൾ കണക്കാക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ അല്ലെങ്കിൽ സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ, മറ്റ് ഭൂ ഉടമകൾ, ഇവരുടെയൊന്നും വരുമാനം നമ്മൾ നോക്കാറില്ല. അപ്പം അങ്ങനെ നമ്മൾ വരുമാനം നോക്കുന്നത് ബിസിനസ്സുകാർ, പ്രൊഫഷണലുകൾ, അതുപോലെ വലിയ നഗരപ്രദേശങ്ങളിൽ വസ്തുവും കെട്ടിടങ്ങളും ഒക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളവർ, അങ്ങനെയുള്ള ആളുകളുടെ വരുമാനമാണ് നമ്മൾ ഈ വരുമാന പരിധിയായിട്ട് നമ്മൾ നോക്കേണ്ടത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒന്നും വരുമാനമല്ല നമ്മൾ നോക്കുന്നത്, അവരുടെ സ്റ്റാറ്റസാണ് എപ്പോഴും നോക്കേണ്ടത്. മാതാപിതാക്കൾ കൃഷിക്കാരാണ്, കൃഷിയിൽ നിന്നും 10 ലക്ഷം രൂപ വരുമാനമുണ്ട് എന്നതുകൊണ്ട് കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കാതിരിക്കില്ല. കാരണം ഇവരുടെ ഭൂമിയിൽ നിന്നുള്ള വരുമാനം അല്ല നോക്കുന്നത്, അവർക്ക് 5 ഹെക്ടർ അല്ലെങ്കിൽ 12 ഏക്കറോ അതിൽ കൂടുതലോ വസ്തു ഉണ്ടോ എന്നാണ് നമ്മൾ മാനദണ്ഡമാക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും കൃഷിക്കാർക്ക് നമ്മൾ വരുമാനമല്ല നോക്കുന്നത്, അവരുടെ എത്ര ഏക്കർ ഭൂമിയുണ്ട് എന്ന കാര്യമാണ് പരിഗണിക്കേണ്ടത്. അതുപോലെ തന്നെ ഡോക്ടർമാർ, എൻജിനീയർമാർ, വക്കീൽമാർ, ജഡ്ജിമാർ, അങ്ങനെയുള്ളവർക്കെല്ലാം വരുമാനമാണ് നോക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ ടൗണിൽ നിന്ന് നമുക്ക് കെട്ടിടത്തിൽ നിന്നോ എന്തെങ്കിലും നമുക്ക് വാടകയൊക്കെ ലേനത്തിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അവർക്കും നമ്മൾ വരുമാനമാണ് നമ്മൾ നോക്കേണ്ടത്. ആ വ്യക്തികൾക്ക് 8 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് നോൺ ക്രീമി ലെയറിന് അർഹതയുണ്ട്. എന്നാൽ അവരുടെ വരുമാനം 8 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അവർക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയില്ല. പ്രൊഫഷനുകൾക്കാണ് നമ്മൾ വരുമാനം പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. കൃഷിക്കാർ, സർക്കാർ ജീവനക്കാർ എന്നിവർക്കെല്ലാം നമ്മൾ അവരുടെ ഭൂമിയുടെ പരിധിയെയും അതുപോലെ തന്നെ അവർ സർവീസിൽ പ്രവേശിച്ച ആ ഒരു സ്റ്റാറ്റസിനെയുമൊക്കെയാണ് ബേസ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി പറയാൻ, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിന് നമ്മൾ അപേക്ഷിക്കുമ്പോൾ കേന്ദ്ര ആവശ്യങ്ങൾക്കാണെങ്കിൽ തഹസീൽദാരാണ് നൽകേണ്ടത്. കേരളത്തിലെ ആവശ്യത്തിലേക്കാണെങ്കിൽ വില്ലേജ് ഓഫീസറുമാണ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത്. അപ്പോൾ എപ്പോഴും മാതാപിതാക്കളുടെ ജാതി തെളിയിക്കുന്ന ഒരു രേഖ നിർബന്ധമായി, സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, അതോടൊപ്പം തന്നെ അവരുടെ ജാതി, ഉപജാതി ഇവയെല്ലാം
രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റെന്തെല്ലാം രേഖകളുണ്ടോ അതെല്ലാം അവർ ഹാജരാക്കേണ്ടതാണ്. തുടർന്ന് അവർ വരുമാനം ഹാജരാക്കുന്നതിന് എന്തൊക്കെയാണ്, റേഷൻ കാർഡ് വേണം, അവരുടെ ജോലി സംബന്ധമായ സർട്ടിഫിക്കറ്റുകൾ വേണം, വിദേശത്താണെങ്കിൽ അവരുടെ അഫിഡവിറ്റ് വേണം, അതുപോലെ തന്നെ സാലറി സർട്ടിഫിക്കറ്റ്, നമുക്ക് വാടക ലഭിക്കാനുണ്ടെങ്കിൽ വാടക ചീട്ട്, ഭൂമിയിൽ നിന്ന് കൃഷിയിടത്തിൽ നിന്നാണെങ്കിൽ കൃഷിയുടെ എത്രമാത്രം നമുക്ക് വിസ്തീർണമുണ്ടെന്ന് തെളിയിക്കുന്ന കരവടച്ച രസീത് തുടങ്ങിയ രേഖകളെല്ലാം നമ്മൾ ഇതിന് ഉപോത്ബലകമാക്കുന്നുണ്ട്. അപ്പം അതുപോലെ ഈ EWS സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ എന്തെല്ലാം രേഖകളാണ് ഹാജരാക്കേണ്ടത്? മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരെ കണ്ടെത്തുന്നതിനാണ് നമ്മൾ EWS സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഇപ്പം OBC, SC, ST ഇവയൊന്നും അല്ലാത്ത ആളുകൾക്കാണ് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. അതിനായിട്ട് മെയിനായിട്ട് നമ്മൾ നമ്മുടെ ജാതി തെളിയിക്കുന്ന രേഖ ഹാജരാക്കണം. അപ്പം മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, നമ്മുടെ അപേക്ഷകൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ജാതി തെളിയിക്കുന്നതിനാവശ്യമായ രേഖകൾ ആദ്യം ഹാജരാക്കണം. പിന്നീട് ഇതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് 8 ലക്ഷമാണ്. അപ്പോൾ നമ്മുടെ വരുമാനം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കണം. പിന്നീട് നമുക്ക് നമ്മുടെ വീട് അവർ മാനദണ്ഡമാക്കുന്നുണ്ട്. 1000 സ്ക്വയർ ഫീറ്റിൽ താഴെയായിരിക്കണം നമ്മുടെ വാസഗൃഹത്തിൻ്റെ വിസ്തീർണം എന്നത്. നഗരസഭാ പ്രദേശങ്ങളിലും കോർപ്പറേഷനുകളിലും 2.5 സെൻറ്റ് ഹൗസ് പ്ലോട്ടേ നമുക്ക് അനുവദനീയമായിട്ടുള്ളൂ. അതേസമയം ഗ്രാമപ്രദേശത്താണെങ്കിൽ 10 സെൻറ്റ് വരെ നമുക്ക് അനുവദനീയമാണ്. കൃഷിഭൂമി 5 ഏക്കർ വരെ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് പരിഗണനയ്ക്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിയുടെ കരവടച്ച രസീത് ഹാജരാക്കണം, നിശ്ചിത ഫോമിലുള്ള അപേക്ഷ ഹാജരാക്കണം, ജാതി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം, നമുക്ക് വരുമാനം തെളിയിക്കുന്നതിനുള്ള രേഖകൾ നമ്മൾ ഹാജരാക്കണം. ഈ വസ്തുക്കളൊക്കെയാണ് നമ്മൾ ഹാജരാക്കേണ്ട രേഖ എന്ന് പറയുന്നത്. നമ്മുടെ വീടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1000 സ്ക്വയർ ഫീറ്റിൽ താഴെ ആയിരിക്കണം. ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് താമസ സ്ഥലത്തിൻ്റെ ഹൗസ് പ്ലോട്ട് എന്ന് പറയുന്നത് 10 സെൻറ്റ് എന്നത് മാറ്റിയിട്ടുണ്ട് എന്നറിയുന്നു. പക്ഷേ അതിൻ്റെ നമുക്കത്ര കൃത്യമായിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. അതായത് ഒരാൾക്ക് 1 ഏക്കർ സ്ഥലത്ത് ഒരു കുന്നിൻപുറത്ത് നമ്മളിരിക്കുകയാണ്, ഒരു ഏക്കർ സ്ഥലമുണ്ട്, അവിടെയാണ് എൻ്റെ വീടിരിക്കുന്നത് എന്നുകൊണ്ട് നമ്മൾക്ക് നേരത്തെ ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു ചുറ്റുപാടുമുള്ള ആ വീടും അതിൻ്റെ ആ സറൗണ്ടിങ്സും മാത്രം പരിഗണിച്ച് കൊടുക്കാം എന്നാണ് പുതിയ ഒരു അമെൻമെൻ്റ് എന്നറിയുന്നുണ്ട്. ഇനി സംസ്ഥാനത്താണെങ്കിൽ ഇതിന് വ്യത്യാസമുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വരുമാന പരിധി എന്ന് പറയുന്നത് 4 ലക്ഷമാണ്. കൃഷിഭൂമിയുടെ വിസ്തീർണം 2.5 ഏക്കർ വരെ. അതായത് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒക്കെ എനിക്ക് 5 സെൻറ്റ് സ്ഥലമുണ്ട്. അതുകൂടാതെ എനിക്ക് 2 ഏക്കറേ നമുക്ക് പഞ്ചായത്ത് ഏരിയയിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടിയാലും നമുക്ക് 2.5 ഏക്കർ വരെയേ ആകാൻ പാടുള്ളൂ. ഇനി അവിടെയും നമുക്ക് വരുമാന പരിധി 4 ലക്ഷം ആയതുകൊണ്ട് വരുമാനം തെളിയിക്കുന്നതിനുള്ള രേഖകൾ നമ്മൾ ഹാജരാക്കണം. നമ്മുടെ വസ്തുവിൻ്റെ കരവടച്ച രസീത് വേണം, നമുക്ക് വാടക ലഭിക്കുന്നുണ്ടെങ്കിൽ അത് വേണം. നമ്മുടെ കുടുംബ വാർഷിക വരുമാനമാണ് ഇവിടെയും മാനദണ്ഡമാക്കുന്നത്. EWS സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുമ്പോൾ നിശ്ചിത മാതൃകയുള്ള അപേക്ഷാ ഫോം വേണം, റേഷൻ കാർഡിൻ്റെ പകർപ്പ്, ആധാർ കാർഡിൻ്റെ പകർപ്പ്, റേഷൻ കാർഡ് ഇല്ല എങ്കിൽ അവിടുത്തെ സ്ഥിരതാമസക്കാരനാണെന്ന് തെളിയിക്കുന്ന രേഖ, അതോടൊപ്പം മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, അപേക്ഷകൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, വരുമാനം തെളിയിക്കുന്ന രേഖ, നമ്മുടെ ഭൂമിയുടെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ, നമുക്ക് എന്തെല്ലാം വരുമാനം ലഭിക്കുന്ന വാടക ഇനത്തിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയതിൻ്റെ രേഖകൾ, ഇവയെല്ലാം നമ്മൾ ഹാജരാക്കേണ്ടതാണ്. അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതും ആവശ്യമാണ്. ഇതോടൊപ്പം തന്നെ വരുമാനം കണക്കാക്കേണ്ടത് തൊട്ട് തലേ വർഷത്തെ, അതായത് നമ്മൾ ഈ ജൂൺ മാസത്തിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അതിന് ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള ആ ഒരു വരുമാനമായിരിക്കണം നമ്മൾ മാനദണ്ഡമാക്കുന്നത്. അപ്പം ഒരാളുടെ കേന്ദ്രത്തിൽ 8 ലക്ഷം രൂപയും കേരള സംസ്ഥാനത്ത് 4 ലക്ഷം രൂപയും വരുമാന പരിധി എന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായ രേഖകൾ കൂടെ നമ്മൾ ഹാജരാക്കേണ്ടതുണ്ട്. മാം, അതുപോലെ ഒരു സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കേണ്ട രീതികൾ എന്തെല്ലാമാണ്? ഡിസ്ട്രിക്ട് മുഖേനയാണ് നമ്മൾ അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കുന്നത്. അപ്പോൾ അതാത് പ്രദേശത്തെ അക്ഷയകളിലോ അല്ലെങ്കിൽ നമുക്ക് ഏത് അക്ഷയ മുഖേന വേണമെങ്കിലും നമുക്ക് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ട എല്ലാ രേഖകളും നമ്മൾ ഹാജരാക്കിയിരിക്കണം എന്ന് മാത്രം. അതിന് പ്രത്യേകമായിട്ടുള്ള അപേക്ഷാ ഫോമുണ്ട്. ഓരോ നമുക്ക് ലഭിക്കേണ്ട സർട്ടിഫിക്കറ്റുകൾക്കും നമ്മുടെ അപേക്ഷകനുമായിട്ട് ആർക്കാണോ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ട അവരുടെ പേരിൽ തന്നെയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത്. ഇപ്പം ഉദാഹരണമായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ആ കുട്ടിയുടെ തന്നെ പേരിലാണ് വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് എന്നുകൊണ്ട് തന്നെ കുട്ടിയായിരിക്കണം അപേക്ഷകൻ. പക്ഷേ മാതാപിതാക്കളുടെ വരുമാനം തെളിയിക്കുന്ന രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത്.
അപ്പം എല്ലാ സർട്ടിഫിക്കറ്റുകൾക്കും തന്നെ അവിടുത്തെ താമസക്കാരനാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള റേഷൻ കാർഡോ റെസിഡൻസ് സർട്ടിഫിക്കറ്റോ നമ്മൾ കൊടുക്കണം, നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, വരുമാനം തെളിയിക്കുന്ന രേഖകൾ കൊടുക്കണം, നമുക്ക് എത്രമാത്രം ഭൂമിയുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം, നമുക്ക് മറ്റെന്തെങ്കിലും വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ ഹാജരാക്കണം. നമുക്ക് ഏത് സർട്ടിഫിക്കറ്റാണോ ആവശ്യം അതിനെ സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും നമ്മൾ ഹാജരാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് എൻട്രൻസിനും മറ്റും നിശ്ചിത ഫോമാറ്റിൽ തന്നെയാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് അപേക്ഷ സമർപ്പിക്കാം. വില്ലേജ് ഓഫീസിൽ നേരിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇന്ന ഫോമിലാണ് തരേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോമിൽ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. എൻട്രൻസ് എക്സാമിന് നമ്മൾ സാധാരണ നിശ്ചിത ഫോമാറ്റിലാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ അപേക്ഷയോടൊപ്പം നമുക്ക് ആവശ്യമായ രേഖകളെല്ലാം ഹാജരാക്കിയിരിക്കണമെന്ന് മാത്രം. സ്കൂൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, പേരൻസിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം, വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം, നമുക്ക് എത്ര സ്ഥലമുണ്ടോ അതിൻ്റെ ഭൂമിയുടെ രേഖകൾ ഹാജരാക്കിയിരിക്കണം. നിങ്ങൾക്ക് ഏത് സർട്ടിഫിക്കറ്റാണ് ആവശ്യം അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കേണ്ടതാണ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.